ഹരി ഓം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 6-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രഹ്ലാദ ഉവാച. കൗമാരാചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപി അധ്രുവമർത്ഥദം. തദപ്യധ്രുവമർത്ഥദം. ഒന്നിച്ച് വായിക്കാം. തദപ്യധ്രുവം അർത്ഥദം. തദപി അധ്രുവം അർത്ഥദം. പ്രാജ്ഞ. കൗമാര ആചരേത് പ്രാജ്ഞോ. വിദ്വാൻ കൗമാരപ്രായത്തിൽ ഭാഗവതാൻ ധർമാൻ ഭഗവാന് ഇഷ്ടമുള്ളതായ ധർമ്മങ്ങളെ ആചരിക്കണം. ഈ മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത് വളരെ ദുർലഭമാണ്, വളരെ ക്ലേശകരമാണ്. എന്നുവെച്ചാൽ ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം ആണ് ഒരു മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നതും അങ്ങനെയാണ് ആണെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് വേദങ്ങൾ പറയുന്നത്. മനുഷ്യജന്മം അതെന്താ? മനുഷ്യജന്മത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഈശ്വരനെ അറിയാനുള്ള ഒരു താല്പര്യം കാണിക്കുന്ന ഏക ജീവി മനുഷ്യനാണ്. നമ്മൾ ഒരുപാട് എത്രയോ തരം ജന്മങ്ങൾ, എത്രയോ തരം ഓരോ പ്രതിഭാസങ്ങൾ നമ്മൾ ഭൂമിയിൽ കാണുന്നുണ്ട്. ഒരുപാട് ജീവികളെ, ഒരുപാട് മരങ്ങളെ, ചെടികളെ, അതുപോലെ ചേതനങ്ങളും അചേതനങ്ങളുമായ ഒരുപാട് വസ്തുക്കളെ നമ്മൾ ഭൂമിയിൽ കാണുന്നുണ്ട്. പക്ഷേ അവയ്ക്കൊന്നും നമ്മളെപ്പോലെ ചിന്തിക്കാനുള്ള കഴിവില്ല, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? അതല്ലേ മനുഷ്യത്വം എന്നൊരു വാക്ക് പറയുന്നത് നമ്മൾ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം മനുഷ്യത്വം ഒന്നുമില്ല. ഇപ്പം മൃഗത്വമാണ് ഇപ്പം മനുഷ്യരിലും കൂടെ കുടികൊള്ളുന്നത്. പക്ഷേ അങ്ങനെ അല്ലാത്തവരും ഉണ്ടല്ലോ. കൂടുതൽ പേരും സാധാരണ മനുഷ്യജന്മം കിട്ടിയവരെ സാധാരണ പോലെ ജീവിക്കുന്നവരാണ്. അതിനകത്ത് വ്യത്യസ്തങ്ങളായത് കുറച്ചേ ഉള്ളൂ. ഈ മൃഗത്വം ഉള്ളത്, മൃഗീയമായ ഭാവങ്ങളുള്ളത് കുറവേ ഉള്ളൂ. അപ്പോൾ ഈ മനുഷ്യൻ എന്ന് പറയുന്ന അത് കിട്ടാൻ ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമായിരിക്കാം ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. അതാണ് ഈ മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് ദുരുപയോഗപ്പെടുത്തി അത് നമ്മൾ വേണ്ട വിധം ഉപയോഗിക്കാതെ പോയാൽ അത് ശരിയല്ല. അപ്പോൾ അതെങ്ങനെയാണ് വേണ്ട വിധം ഉപയോഗിക്കുന്നത്? ഈശ്വരനെ അറിയുക എന്ന് വെച്ചാൽ ഞാൻ സ്വയം എന്നിലേക്ക് നോക്കുക. ഞാൻ ആരാണ് എന്ന് മാത്രം അന്വേഷിച്ച് തുടങ്ങിയാൽ അവിടെ എത്തുന്നത് എവിടെയാണ്? ഞാൻ ഈശ്വരനാണ് എന്നുള്ള ആ തത്വത്തിൽ നമ്മൾ എത്തിച്ചേരും. തത്വത്തിൽ കേട്ടോ, നിങ്ങളിത് വെറുതെ കേട്ടിരുന്നാൽ മതി. കുറേശ്ശെ നിങ്ങളുടെ ഉള്ളിലോട്ട് വന്നോളൂ. നമ്മൾ ഓരോരുത്തരും ആ ഈശ്വരൻ്റെ ചൈതന്യമാണ് നമ്മളിൽ ഓരോരുത്തരിലും കുടികൊള്ളുന്നത്. അത് നമ്മളിലാകട്ടെ ജീവനുള്ള എല്ലാ വസ്തുക്കളിലും ആ ജീവനായിട്ട് അന്തസത്തയായിട്ട് നിലകൊള്ളുന്നത് ആ ഈശ്വരൻ്റെ ചൈതന്യം ഒന്നേ ഉള്ളൂ. അത് നിങ്ങളിലുള്ളതിനും എന്നിലുള്ളതിനും യാതൊരു വ്യത്യാസവുമില്ല. ഒരേ ഈശ്വര ചൈതന്യമാണ് കുടികൊള്ളുന്നത്. പിന്നെ ചോദിക്കാം, പിന്നെ എന്താണ് പല ഭാവങ്ങളിൽ നിന്ന്? അത് നമ്മുടെ വാസന കൊണ്ട് ഉണ്ടാകുന്നതാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ഓരോരുത്തരുടെയും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് ഓരോ രീതിയിലാണ്. പിന്നെ നമ്മൾ കൂടെ കൊണ്ടുവന്നിട്ടുള്ള വാസനകളുണ്ട്. ഓരോ ജന്മങ്ങൾ തോറും, ഓരോ ജന്മം കഴിഞ്ഞ് ആ മനുഷ്യജന്മം കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കിട്ടുന്ന മനുഷ്യജന്മത്തിൽ മുൻപിൽ ഉണ്ടായിരുന്നത് നമ്മുടെ ഏത് ജന്മങ്ങളൊക്കെയാണോ അതിൽ നിന്നും കുറേ കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടെ കൂട്ടിയാണ് ആ ഓരോരുത്തരുടേതും ആയ സ്വഭാവ രീതികളും വാസനകളും ഈ ജന്മത്തിലും ഉണ്ടാകുന്നത്. അവിടെയാണ് വ്യത്യാസം. അപ്പം നമ്മുടെ വാസന ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ തോന്നലുണ്ടാകാം മനുഷ്യജന്മത്തിൽ. അപ്പോൾ നമുക്കതിനെ ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം. ഇത് ഈശ്വരീയ കാര്യങ്ങളിലോട്ട് തിരിച്ചു വിടാനുള്ള ഒരു കഴിവ് മനുഷ്യനുണ്ട്. ഇത് ശരിയല്ല, ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളിലിരുന്ന് ഏതോ ഒന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ആ തെറ്റ് എന്ന് നമുക്ക് തോന്നുന്നത് ആവർത്തിക്കാതിരിക്കാം, ഇല്ലേ? അത് നമുക്ക് പറ്റുന്ന കാര്യമാണല്ലോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവം അർത്ഥദം. അതായത് പരമമായ പുരുഷാർത്ഥത്തെ, അതെന്താണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് വെച്ചാൽ മുക്തി. ഇത് ഈ ജീവിതത്തിൽ നിന്നെല്ലാം, ഈ പല ജന്മങ്ങൾ കഴിഞ്ഞതൊക്കെ ഓരോന്നാണ്. ആ ജന്മങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടി ഇനിയൊരു വരവ്, ഒരു ശരീരമായിട്ട് ഞാൻ ഇനി ഇരിക്കാതെ ആ സാക്ഷാൽ ഈശ്വര സങ്കല്പമായ ആ
അതിലേക്ക് ലയിക്കുക, ഞാനിലേക്ക് ഞാൻ ലയിക്കുക. അതിന് ശരീരമില്ല അവിടെ. അപ്പോൾ അതൊന്നായി തീർന്നു, നമ്മൾ ഈശ്വരന് ഒന്നായി തീർന്നു. അതിനാണ് നശ്വരമായ, ബാക്കിയുള്ളതെല്ലാം നശ്വരമാണ്. പുരുഷാർത്ഥത്തെ നൽകുന്നത് ഒരിക്കലും ഇല്ലാതാകുന്നില്ല. അപ്പോൾ മോക്ഷം നമുക്ക് കിട്ടാനുള്ള ശ്രമം നടത്തുക. അതാണ് അതിൻ്റെ ഒരു ചെറിയ അർത്ഥം. യഥാഹി പുരുഷസ്യേഹ വിഷ്ണോഃപാദോപസർപ്പണം യദേശ സർവഭൂതാന പ്രിയ ആത്മേശ്വര സുഹൃത്. യഥാഹി പുരുഷസ്യേഹ, ഇതിൽ പുരുഷന് വിഷ്ണുവിൻ്റെ പാദത്തെ ശരണം പ്രാപിക്കുന്നു. യോഗ്യം എന്തുകൊണ്ടെന്നാൽ അത് യോഗ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഇവൻ സർവഭൂതങ്ങളുടെയും ഈശ്വരനും നിയന്താവുമാകും, തീരുമാനിക്കുന്നവനുമാകും. അവൻ പ്രിയനാണ്, സുഹൃത്താണ്, നമ്മളുടെ ഹിതം, നമ്മുടെ ഇഷ്ടം ഒക്കെ എല്ലാം സാധിക്കുന്ന ആത്മാവുമാകുന്നു. ഈ ഭാഗവത ധർമ്മങ്ങളെ ആചരിക്കണമെന്ന് ആദ്യം പറഞ്ഞതിനെ 4 പദ്യങ്ങൾ കൊണ്ട് വീണ്ടും അത് ഒന്നുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. സുഖമൈന്ദ്രിയകം ദൈത്യ ദേഹയോഗേന ദേഹിനാം സർവത്ര ലഭ്യതേ ദൈവാത് യഥാ ദുഃഖം അയജ്ഞത. ദൈത്യാഹ, അല്ലയോ അസുരന്മാരെ. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇവിടെ അതാണ് ഭാഗം, സന്ദർഭം അതാണ്. പ്രഹ്ലാദൻ കുട്ടികളെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തി, കൂട്ടുകാരന്മാരായ ബാലന്മാരെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തി ചണ്ടാമർക്കന്മാരില്ലാത്ത നേരത്ത് ഇത് ഉപദേശിക്കുക. ഈ പറയുന്നതാണിത്. ദേഹികൾക്ക് ദേഹയോഗം കൊണ്ട്, ദേഹം ഉണ്ടാകുന്നത് കൊണ്ട് ഇന്ദ്രിയഗ്രാഹ്യമായ സുഖം കിട്ടും. സർവത്ര എല്ലാറ്റിലും പ്രയത്നം കൂടാതെ തന്നെ ദുഃഖമെന്ന പോലെ പ്രാരബ്ധ കർമ്മത്താൽ ലഭിക്കപ്പെടുന്നു. ദുഃഖമായിട്ട് തന്നെ ഇതിനെ കിട്ടുന്നു. കാരണം ഈ പ്രാരബ്ധ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളെല്ലാം എന്താകും? എന്തിലവസാനിക്കും? ഒരു ദുഃഖത്തിൽ അവസാനിക്കും. ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേടുന്ന എന്തും ഒരു ദുഃഖത്തിലേ അവസാനിക്കുകയുള്ളൂ എന്ന് പറയുക. തത് പ്രയാസോ ന കർത്തവ്യോ യഥ ആയുർവ്യയ പരം ന തഥാ വിന്ദതേ ക്ഷേമം മുകുന്ദ ചരണാംബുജം. തത് പ്രയാസോ ന കർത്തവ്യോ യഥ ആയുർവ്യയ പരം ന തഥാ വിന്ദതേ ക്ഷേമം മുകുന്ദ ചരണാംബുജം. അതുകൊണ്ട് ഈ വിഷയസുഖ സാധനങ്ങളെ സമ്പാദിക്കാൻ ഉള്ള ശ്രമം ചെയ്യത്തക്കതല്ല. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനായിക്കൊണ്ടല്ലേ ഈ സുഖം ആസ്വദിക്കാനായിട്ട് ചെയ്യപ്പെടുന്ന അതൊന്നും ചെയ്യാൻ യോഗ്യമല്ല. ആയുർവ്യയ, കേവലം ആയുർനാശം, മുകുന്ദൻ്റെ പാദപത്മം ഏത് വിധം ഒരു നമുക്ക് അനുകൂലമായി ചെയ്യുന്നുവോ ആ പ്രകാരമുള്ള ഒരു ക്ഷേമം, അപ്രകാരമുള്ളൊരു ക്ഷേമത്തെ പ്രാപിക്കുന്നില്ല. ഇത് നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു നമ്മൾ എത്തേണ്ടതായ ഒരു നിലയിൽ നമ്മൾ എത്തുന്നില്ല. ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ സുഖം അനുഭവിച്ച് കൊടുത്തതുകൊണ്ട്, ഇന്ദ്രിയങ്ങളെയൊക്കെ വശത്താക്കിയത് കൊണ്ടും ഇന്ദ്രിയങ്ങൾക്ക് സുഖം കിട്ടത്തക്ക രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചത് കൊണ്ടും ഒന്നും നമുക്ക് ശ്രേയസ് ഉണ്ടാകുന്നില്ല. തതോയതേത കുശല ക്ഷേമായ ഭയമാശ്രിത ശരീരം പൗരുഷം യാവത് ന വിപദ്യേത പുഷ്കലം. അതുകൊണ്ട് ഭയം ആശ്രയിച്ചിരിക്കുന്ന കുശലമുള്ളവൻ, അതായത് വിവേകം ഉള്ളവൻ പൂർണ്ണമായിട്ടും പുരുഷ സംബന്ധമായിരിക്കുന്ന, അതായത് ഈശ്വര ചൈതന്യമായിരിക്കുന്ന ശരീരം, ദേഹം യാവത് ന വിപദ്യേത, ആപത്തിൽ അകപ്പെടുത്തുന്നതിന് മുമ്പ് ക്ഷേമത്തിനായിക്കൊണ്ട് യത്നിക്കണം. ഈ ശരീരത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരത്തെ, ഇന്ദ്രിയങ്ങൾ ആണല്ലോ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. ആ ഇന്ദ്രിയങ്ങളോട് കൂടിയ ശരീരത്തെ ക്ഷേമത്തിനായിക്കൊണ്ട് പ്രവർത്തിപ്പിക്കണം. പുംസോ വർഷശതം ഹ്യായുഹു ഹി ആയു ആണ് കേട്ടോ. പുംസോ വർഷശതം ഹ്യായുഹു തദർത്ഥം ചാജിതാത്മനഃ നിഷ്ഫലം യഥാ സൗരാത്ര്യാം ശേതേന്ധം പ്രാപിതസ്തമഃ. അതുകൊണ്ട് പുംസോ പുരുഷന് ആയുഹോ 100 വർഷം ആത്മജയം സമ്പാദിക്കാത്തവൻ്റെ അതിന് പകുതി നിഷ്ഫലം, ഫലമില്ലാത്തതാകുന്നു, വെറുതെയാകുന്നു. എന്തുകൊണ്ടെന്നാൽ അന്ധം നിമിഡമായ ഈ അന്ധകാരത്തെ, അറിവില്ലായ്മയെ പ്രാപിക്കപ്പെട്ട ഇവൻ രാത്രിയിൽ ശയിക്കുന്നു. അപ്പോൾ പകുതി പോയില്ലേ, രാത്രിയിൽ ഉറങ്ങിപ്പോകുന്നു. അതുകൊണ്ട് പകുതി ജീവിതം പോയി.
അതാണ് പറയുന്നത്. മുഗ്ധസ്യ ബാല്യേ കൗമാരേ ക്രീഡതോ യാതി വിംശതിഃ ജരയാഗ്രസ്തദേഹസ്യ യാത്ര്യകൽപ്പസ്യ വിംശതി യാത്ര്യകൽപ്പസ്യ യാതി യാതി യാത്യകൽപ്പസ്യ യാതി അകൽപ്യസ്യ ബാല്യേ മുഗ്ധസ്യ ബാല്യേ മൂഢനായിട്ടും ബാല്യത്തിൽ കുറേ ഒന്നും അറിയാൻ വയ്യാത്ത കുട്ടിയായിട്ട് പോകും. കൗമാരത്തിൽ കളിച്ച് നടക്കുന്നവനായിട്ട് അതും പോകും. വിംശതി 20 വയസ്സ് അങ്ങനെ പോകുന്നു, അവിടം വരെ എത്തുന്നു. ജരയാൽ ഗ്രസ്തദേഹസ്യ ഗ്രസിക്കപ്പെട്ട ദേഹത്തോടുകൂടി ജര കൊണ്ട് അത് കുറേ 50-60 വയസ്സാകുമ്പോൾ ജരാനരകളൊക്കെ വരും. യാതി അകൽപ്പസ്യ അസമർത്ഥത്തിൻ്റെ ഒട്ടും നമുക്ക് സ്വാധീനമില്ലാത്ത ആയിത്തീരുന്നു. വിംശതി 20 വയസ്സ് യാതി പോകുന്നു. അങ്ങനെ 20 വയസ്സ് പോകുന്നു. അങ്ങനെ കാലങ്ങൾ പോകുന്നതും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുക. ബാല്യം കൗമാരമൊക്കെ ഓരോ കാര്യങ്ങൾ കൊണ്ട് കടന്നു പോകും. വിവേകമായിട്ടും ബുദ്ധിയാലും ഒക്കെ ഇരിക്കേണ്ടതായ 20 വയസ്സ് വേറെ പല കാര്യത്തിനും പോകും. വാർദ്ധക്യഗ്രസ്തമായിട്ട് കുറേ വയസ്സ് പോകും. അതാണ് പകുതി ഉറങ്ങിപ്പോയി. അപ്പം മൊത്തം തീർന്നു. ദുരാപൂരേണ കാമേന മോഹേന ച ബലീയസ ശേഷം ഗൃഹേഷു സക്തസ്യ പ്രമത്തസ്യാപയാതിഃ പ്രമത്തസ്യ അപയാതി ഈ നിഷ്ഫലമായിട്ട് അപയാതി എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവുമില്ലാതെ പോകുന്നു. ദുരാപൂരേണ ഈ ദുഃഖത്താൽ ഏറ്റവും ആകുലപ്പെടുന്ന ആഗ്രഹത്താലും ഓരോ ആഗ്രഹം അത് സാധിക്കാതെ വരുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും നമുക്ക് ദുഃഖമുണ്ടാകും, ഇല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടോ? ഇല്ല. നമ്മുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ദിവസേന നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ദുഃഖിച്ചിരുന്നിട്ടോ ഒരിക്കലും അപ്പോൾ എന്താ ആ ആളിന് എപ്പോഴും ഉണ്ടാകുന്നത്? ആ ആളിനൊരിക്കലും സംതൃപ്തി ഉണ്ടാകുന്നില്ല, അല്ലേ? ഒരാളിനെ നമ്മൾ വെറുതെ ഒന്നെടുത്ത് നോക്കുക. നമ്മൾ പറയാറുണ്ട് ചില ആൾക്കാരുടെ കാര്യം നമുക്ക് തന്നെ അറിയാം. എന്ത് നല്ലത് നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്താലും അവർക്കൊരു തൃപ്തിയില്ല ഒരിക്കലും. അങ്ങനെയുള്ള മനുഷ്യരില്ലേ? തൃപ്തിയാകുന്നില്ല. അപ്പോൾ എനിക്കിത് കിട്ടിയല്ലോ, എത്രയും അവർ എനിക്ക് വേണ്ടി ചെയ്തല്ലോ എന്നുള്ള സന്തോഷത്തിനേക്കാളും കൂടുതൽ പറയുന്നത് എന്താ? അതവരെന്നാ ചെയ്യാഞ്ഞേ? ചെയ്തതിനെ അവർ ഓർക്കുന്നേ ഇല്ല. അത് ചെയ്തത് അവരുടെ നിയോഗം, അവർ ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്തു. പക്ഷേ അവരതും കൂടെ ചെയ്തില്ലല്ലോ എന്നോർക്കുന്നതാണ് കൂടുതൽ ആൾക്കാരും. അതാണ് ഈ പറയുന്നത്. ഈ കാമേന ആഗ്രഹത്താൽ ശക്തിയോടുകൂടിയ മോഹത്താലും ഗൃഹേഷു സക്തസ്യ ആസക്തനായിട്ട് വിചാരമില്ലാത്തവനായിട്ട് നിഷ്ഫലമായി പോകുന്നെന്ന് അത് പ്രസിദ്ധമായ കാര്യമാണ്. നമുക്കൊരിക്കലും ഇഷ്ടമായിട്ടുള്ള കാര്യം പൂർണ്ണമായിട്ട് എപ്പോഴും സന്തോഷമായിട്ട് ആഗ്രഹിച്ചതെല്ലാം നേടിയതായിട്ട് ഒരു ചരിത്രത്തിലും ഒരാളെക്കുറിച്ചും പറയുന്നില്ല. ആഗ്രഹിച്ചത് മുഴുവൻ നേടിയതായിട്ട് ഒരാളുമില്ല. അപ്പം നമ്മുടെ ആഗ്രഹിച്ചത് നേടാത്തവൻ എന്തോ ഒരു വ്യസനമുണ്ട്, അല്ലേ? ഒരു ദുഃഖമുണ്ട്. അത് അങ്ങനെ സാധിച്ചില്ലല്ലോ, അങ്ങനെ വരേണ്ടതായിരുന്നിട്ട് ഇങ്ങനെ പറ്റിപ്പോയി. ഫസ്റ്റ് കിട്ടിയാലും അത് റെക്കോർഡ് ഭേദിച്ചില്ലെന്ന് പറയും. സെക്കൻഡ് കിട്ടിയ ആളിന് എന്തെങ്കിലും ഒരു മത്സരത്തിൽ സെക്കൻഡ് കിട്ടിയ ആളിന് എനിക്കെന്ത് ഫസ്റ്റ് കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടം. ഇങ്ങനെ ഓരോന്ന്. കോ ഗൃഹേഷു പുമാൻ സക്തം ആത്മാനമജിതേന്ദ്രിയ സ്നേഹപാശൈർ ദൃഢൈർബദ്ധം ഉത്സഹേത വിമോചിതം. കോ ഗൃഹേഷു പുമാൻ സക്തം എന്നാക്കുക. പിന്നെ ആത്മാനം അജിതേന്ദ്രിയ സ്നേഹപാശൈർ ദൃഢൈർബദ്ധം ഉത്സഹേത വിമോചിതം. ഗൃഹങ്ങളിൽ ആസക്തിയോട് കൂടിയവനും വീട്ടിലിരിക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, അതിങ്ങനെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ചെയ്യുന്നത് തന്നെ, വേറെ ഒന്നുമല്ല. നമ്മൾ തന്നെ ഉദാഹരണം. രാവിലെ എഴുന്നേൽക്കുക, കാപ്പി ഉണ്ടാക്കുക, എല്ലാവരും കഴിക്കുക, ആ പാത്രം കഴുകുക, ഉച്ചക്കത്തേത് ഈ രാവിലത്തേൻ്റെയും കൂടെ ഇടയ്ക്ക് തിരികെ കയറ്റി വെക്കും. എന്ന് വെച്ചാൽ പെട്ടെന്ന് തീർന്നാൽ ഇതിനകത്തൊന്നും ഇറങ്ങിപ്പോരാമല്ലോ എന്നാണ് നമ്മുടെ ഉദ്ദേശം. അത് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടോണ്ടിരിക്കുമ്പോഴേക്കും നാളെ രാവിലെ എന്നതാ വന്ന് അരി ഉഴുന്ന് വെള്ളത്തിലിടാം, ഉടനെ അത് ചെയ്യുക. ഇത് ഇങ്ങനെ ഈ ഗൃഹത്തിലിരിക്കുന്നവർക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാകുകയില്ല. സത്യമായൊരു കാര്യമാണ്. അവരുടെ മനസ്സ് ഏകാഗ്രമായി ഭഗവാൻ നിൽക്കുകയില്ല, നിൽക്കാൻ പറ്റില്ല. അതാണ് നിയമം. ആസക്തനായിട്ട് ഉറപ്പേറിയ സ്നേഹപാശം, സ്നേഹപരമായ രൂപത്തിലുള്ള കയറുകളാൽ കെട്ടിവരികപ്പെട്ടവരാണ് നമ്മൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ. നാളെ രാവിലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കും എന്നോർത്താണ് അമ്മ തലേ ദിവസമേ
അരിവെള്ളത്തിലിട്ട് അരച്ച് വെച്ച് നാളെ രാവിലത്തേക്ക് റെഡി ആയിരിക്കും. പിന്നെ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയാൽ മതി, അത് എളുപ്പം. രാവിലെ അവർക്ക് ഭക്ഷണം കൊടുത്തല്ലോ, പിന്നെ ഇനി ഉച്ചക്കത്തേക്ക് ചിന്തിച്ചാൽ മതിയല്ലോ. അതും കൂടെ ഞാൻ പറഞ്ഞ പോലെ അതിന് സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ഒപ്പം തന്നെ ഉച്ചക്കത്തേതും കൂടെ രാവിലെ തന്നെ കുറേയൊക്കെ ചെയ്ത് വെക്കും. അങ്ങനെ ഈ പാശം എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? നമ്മൾ സ്നേഹപാശം നമ്മളിൽ ആരെങ്കിലും കർത്തൃത്വം ഏൽപ്പിച്ചിട്ടാണോ, അത് ചെയ്യണമെന്ന് ഏൽപ്പിച്ചിട്ടാണെന്ന് വെച്ചാൽ ഭൂരിപക്ഷം പേരും പറയും ചെയ്തില്ലേ കാണാമെന്ന്. പക്ഷെ ചെയ്യാൻ നിവൃത്തിയില്ലാതെ നമ്മൾ വീണ് കിടക്കുകയാണെങ്കിൽ വേറെ മാർഗ്ഗം ഉണ്ടാകും, അത് വേറെ കാര്യമില്ലേ. പക്ഷെ നമ്മളങ്ങനെയാണ്, അങ്ങനെ സ്നേഹപാശത്താൽ ബന്ധിക്കപ്പെട്ടവരാണ് നമ്മൾ. ഉത്സഹേത വിമോചിതം, അങ്ങനെ അജിതേന്ദ്രിയ വിമോചിപ്പിക്കാൻ ആയിട്ട് ഇന്ദ്രിയങ്ങളെ ജയിക്കാതിരിക്കുന്ന ഏതൊരു പുരുഷൻ ഉത്സാഹിക്കും. ആരാണ് ഉത്സാഹിക്കുന്നത്? ഇന്ദ്രിയങ്ങളെ ജയിക്കാതിരിക്കുന്ന ഒരാളും അതിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ദ്രിയങ്ങളെ ജയിച്ചവന് അത് സാധിക്കും. വേണമെങ്കിൽ ഇട്ടിട്ട് എന്തെങ്കിലും സംഭവിക്കട്ടെ, ഇന്നുകൊണ്ട് ഞാൻ ഈ പരിപാടി നിർത്തുക, ഇനി ആരാന്ന് വെച്ചാൽ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞ് പിന്തിരിയും അതിൽ നിന്ന് എന്നാൽ പറയുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഇതിനകത്ത് പറയുന്ന കേട്ടോ, ഇതൊന്നും വീട്ടിൽ പ്രയോഗിച്ചേക്കരുത്. കോന്വർത്ഥ തൃഷ്ണാം വിസൃജേത് പ്രാണേഭ്യോപി യ ഈപ്സിതഃ യം ക്രീണാതി അസുഭിപ്രേഷ്ടൈഃ തസ്കര സേവകോ വണിക്. കോന്വർത്ഥ തൃഷ്ണാം വിസൃജേത് പ്രാണേഭ്യോപി യ ഈപ്സിതഃ യം ക്രീണാത്യസുഭിപ്രേഷ്ടൈഃ തസ്കര സേവകോ വണിക്. പ്രാണേഭ്യഃ അപി പ്രാണങ്ങളെക്കാൾ ഈപ്സിത അത്യന്തം ഇഷ്ടത്തിന് വിഷയമോ തസ്കരഃ ചോരൻ, സേവക ഭൃത്യൻ, വണിക്ക് വ്യാപാരി, ഇവർ പ്രേഷ്ഠൈ ഏറ്റവും പ്രീതി വിഷയങ്ങളായ പ്രാണങ്ങളെക്കൊണ്ട് പ്രാണങ്ങളെക്കൊണ്ട് യാതൊന്നിനെ ക്രീണാതി വിലയ്ക്ക് വാങ്ങുന്നുവോ. അർത്ഥതൃഷ്ണാം ധനാശയെ വിസൃജേത് ആര് വിട്ടുകളയും. ഈ ഇന്ദ്രിയങ്ങളെ ജയിക്കാത്ത ഏതെങ്കിലും ഒരുവൻ ധനാദി വിഷയങ്ങളിലുള്ള ആഗ്രഹത്തെ ഉപേക്ഷിക്കുമോ എന്നാണ് ചോദ്യം. അത്രയേ ഉള്ളൂ, എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യം അത്രയേ ഉള്ളൂ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ചോദ്യമായിട്ടാണ്. അത് ഈ ചോദ്യം ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവർ ആരെങ്കിലും ഈ ധനം കിട്ടുന്നതിനെ വേണ്ട എന്ന് വെക്കുമോ എന്നാണ്. ധനമാദി വിഷയങ്ങളിലുള്ള ആഗ്രഹം വേണ്ടെന്ന് വെക്കുമോ ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവർ? സത്യമല്ലേ? ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചവർക്ക് ഈ ധനം കൊണ്ട് ഒന്നും നേടേണ്ടതായിട്ടില്ല. ഭക്ഷണം, എവിടെന്നെങ്കിലും ഭിക്ഷ വാങ്ങിച്ച് കഴിക്കാം, എവിടെയെങ്കിലും കിടക്കാം, അവർക്കത് മതിയെങ്കിൽ. നല്ല വസ്ത്രങ്ങൾ വേണമെന്നില്ല, ഏതെങ്കിലും യാചിച്ച് കിട്ടുന്ന ഒരു വസ്ത്രം പഴയതാണെങ്കിലും ഉടുത്താൽ മതിയല്ലോ. അങ്ങനെ കഴിയുന്നവർക്ക് ഇതൊന്നും ആഗ്രഹമില്ല. പക്ഷേ ഇതെല്ലാം വേണമെന്നുള്ളവർക്ക് ഇന്ദ്രിയങ്ങളോടുള്ള അതുകൊണ്ട് അടുപ്പം കൊണ്ട് നമുക്കിതെല്ലാം വേണമെന്നുണ്ട്. അപ്പോൾ ആഗ്രഹങ്ങൾ അവിടെ ഉണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ടുമില്ല നമ്മൾ, അതുകൊണ്ട് നമുക്ക് ഇത് സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ഇന്ദ്രിയങ്ങളെ ജയിക്കാത്ത ആരെങ്കിലും ഈ വിഷയങ്ങളിലുള്ള ആഗ്രഹത്തെ വേണ്ടെന്ന് വയ്ക്കുമോ? ധനം വേണം എന്നുള്ള ആഗ്രഹത്തെ വേണ്ടെന്ന് വയ്ക്കുമോ? അതായത് ധനം വേണമെന്ന് എപ്പോഴും ചിന്തിക്കും. അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രായോഗികമായ അർത്ഥം. കഥം പ്രിയായ അനുകമ്പിതായ സംഗം രഹസ്യം രുചിരാംശ്ച മന്ത്രാൻ സുഹൃത്സു ച സ്നേഹസിത ശിശൂനാം കളാക്ഷരാണാം അനുരക്തചിത്തഃ. അതിനകത്തൊന്നും പിരിക്കാനൊന്നുമില്ല. പുത്രാൻ സ്മരൻ താ ദുഹിതൃഹൃദയ ഭ്രാതൃൻ സ്വസൃർവാ പിതരൗ ച ദീനൗ ഗൃഹാൻ മനോജ്ഞോരുപരിച്ഛദാംശ്ച വൃത്തൈശ്ച കുല്യ പശുഭൃത്യവർഗാൻ ത്യജേത കോശസ്കൃതി വേഹമാനഃ ത്യജേത കോശസ്കൃതി വേഹമാനഃ കർമാണി ലോഭാദവിതൃപ്തകാമഃ ഔപസ്ത്യജൈഹ്യം ബഹുമന്യമാന കഥം വിരജ്യേത ദുരന്തമോഹഃ. അതായത് ഈ അർത്ഥത്തിലുള്ള, അതായത് ധനത്തിലുള്ള ആശയെ ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞതുപോലെ തന്നെ കാമത്തെയും ആഗ്രഹത്തെയും ജയിക്കാൻ പ്രയാസമാണ് എന്നാണ് ഈ 3 പദ്യം കൊണ്ട് കാണിക്കുന്നത്. അതുകൊണ്ട് 3 ഒന്നിച്ച് പറഞ്ഞത്.
വളരെ തന്നോട് അനുകൂലിച്ചിരിക്കുന്നവളും വളരെ സ്നേഹവതിയുമായ ഭാര്യയോടുകൂടി ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തൊരു സംഗമം നടക്കുന്ന ആ മനോഹരങ്ങളായ ആ പ്രേമലീലകളൊക്കെ സല്ലാപങ്ങളൊക്കെ നടക്കുന്നു. നല്ല സന്തോഷമായിട്ട് ആ മധുരാക്ഷരങ്ങളൊക്കെ മധുരമായ വാക്കുകളൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ശിശുക്കളുടെ സമ്പർക്ക സുഖം, കുട്ടികളുള്ളപ്പം അല്ല കൊഞ്ചിക്കുഴഞ്ഞുള്ള വർത്തമാനങ്ങളൊക്കെ അതൊരു സുഖമാണ്. പ്രത്യേകിച്ച് ആ പുത്രന്മാർ ആനന്ദിപ്പിക്കും. നമ്മുടെ പുത്രന്മാർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമ്പോഴും അവർ വല്ലതൊക്കെ പറയുമ്പോഴും അവർ അറിവ് നേടിയെന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ആനന്ദം ഉണ്ടാകും. അതുപോലെ പുത്രിമാർ, സഹോദരിമാർ, പിന്നെ പ്രായമായിരിക്കുന്ന മാതാപിതാക്കന്മാർ, അതുപോലെ വളരെ സുന്ദരമായ ഉപകരണങ്ങൾ അതൊക്കെ ഇതിനകത്ത് പെടുന്നുണ്ട്. ഇതെല്ലാം ഓരോ വീടുകളിലും ഇതെല്ലാം കിട്ടും. അതെങ്ങനെയാണ് ഉപേക്ഷിക്കുന്നത്? ജിതേന്ദ്രിയന്മാർക്ക് ഇതൊന്നും ഉപേക്ഷിക്കാൻ വിഷമമില്ല, പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ജിതേന്ദ്രിയന്മാർക്ക് പറ്റില്ല. ജിതേന്ദ്രിയന്മാർക്ക്, ഇന്ദ്രിയങ്ങളെ ജയിച്ചവർക്ക് നിഷ്പ്രയാസം സാധിക്കും. ഇത് വേണ്ട, ഇങ്ങനെ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന്. അത് നഷ്ടപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ദുഃഖമൊന്നും തോന്നാറില്ല. നമ്മൾ ഉള്ളപ്പോൾ അനുഭവിച്ചു, ശരി, അത് വളരെ സന്തോഷമായിട്ട്. പെട്ടെന്ന് അത് ഇല്ലാതെ വന്നാൽ നമുക്ക് പ്രത്യേകിച്ച് ദുഃഖമൊന്നും ഉണ്ടാകാതിരിക്കുന്നൊരവസ്ഥ. വിഷയം അറിയാം. ഇപ്പോൾ ഗ്യാസ് തീർന്നാൽ ഈ പറഞ്ഞതൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഗ്യാസ് തീർന്നാൽ ഈ പ്രസംഗം ഒന്നും കൊണ്ട് കാര്യമില്ല. ഗ്യാസ് ഉണ്ടെങ്കിൽ അടുപ്പ് പുകയുള്ളൂ, അല്ലേ? നമുക്ക് പ്രശ്നമാകും. അതുപോലെ തന്നെ ഒരു സാധനം എന്തെങ്കിലും ഒരു കമ്മോഡിറ്റി എന്തായിക്കോട്ടെ, അത് ഉപയോഗിച്ച് പഠിച്ചാൽ അതില്ലാതെ വന്നാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്, അല്ലേ? ഫാനില്ലാതെ ഇപ്പോൾ കിടക്കുന്ന കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി പറ്റില്ല. അങ്ങനെയൊരു സിസ്റ്റമായി, അങ്ങനെയൊരു അതായത് നമ്മൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക. സത്യം പറഞ്ഞാൽ നമ്മൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക. ഈ ഉപകരണങ്ങളോടുള്ള ആ സ്നേഹവും അതിനോടുള്ള ആർത്തിയും അതിനോടുള്ള അഭിനിവേശവും ഒക്കെ കൂട്ടിക്കൊണ്ട് വരിക. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് ആരും അതിൽ നിന്ന് വ്യത്യസ്തരൊന്നുമല്ല. ജിതേന്ദ്രിയന്മാരെന്നുമൊക്കെ പറയാവുന്നൊക്കെ ഉള്ളൂ. ചുമ്മാ വഴി കൂടെ നടക്കുന്ന സന്യാസിമാരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ഒരുപാട് പേരെ നമ്മൾ പിന്നെ ഇതുപോലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ കാണാം. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അവരിതുപോലെ ഇങ്ങനെ അങ്ങ് നടക്കും, അത്രയേ ഉള്ളൂ. നമ്മളെപ്പോലെയുള്ളവരെ ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ളവർ ഒരു വീട് കെട്ടി പാർക്കുന്നവർക്ക് എപ്പോഴും അത് വേണം, അതില്ലാതെ പറ്റില്ല. ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് വിപണിയിൽ വരുന്നതനുസരിച്ച് നമ്മൾ ആദ്യം വാങ്ങിക്കുന്നവർ അതിൻ്റെ ആ ഉപയോഗം ആദ്യം അനുഭവിക്കും. അവർ പറഞ്ഞു കൊടുത്ത് മറ്റേവരും അത് കേട്ട് അതിനകത്ത് പെടും. അങ്ങനെയാണ് സാധിക്കുന്നത്. അതുപോലെ ഇങ്ങനെ അവന് വിരക്തി എങ്ങനെ വരും? ഇത് പിന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിരക്തി ഒരിക്കലും വരുന്നില്ല. ആ വിഷയസുഖത്തിൻ്റെ ഉള്ള സാധനങ്ങളെ സമ്പാദിക്കാനുള്ള കർമ്മങ്ങളാകുന്ന ഈ കയറിൽ നിന്ന്, പാശത്തിൽ നിന്ന് വിട്ടുപോകാൻ ഉപകരിക്കുന്ന മാർഗം എന്താണ്? ഇതിൽ നിന്ന് എങ്ങനെയൊന്ന് വിടുതൽ കിട്ടണമല്ലോ. അതിനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിക്കാൻ പോലും ആരും താല്പര്യപ്പെടാറില്ല. അതിന് ഉള്ള എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈശ്വരോന്മുഖമാക്കുക, പ്രവൃത്തികളൊക്കെ ഭഗവാന് വേണ്ടിയിട്ടാക്കുക. അതുപോലെ ഇങ്ങനെ പുനരപി ജനനം പുനരപി മരണം, ഇങ്ങനെ പുനരപി ജനനീ ജഠരേ ശയനം, ശങ്കരാചാര്യർ എഴുതിയിരിക്കുന്നത്. ആ രീതിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ സംസാര ആകുന്ന ഈ നമ്മൾ കാണുന്ന നമ്മുടെ ഈ ജീവിതം, വ്യവഹാര ജീവിതത്തിൽ ഒരിക്കലും തീരാത്ത ജീവിതങ്ങൾ ഇങ്ങനെ പരിതപിച്ച് സങ്കടപ്പെട്ടല്ല, ദുഃഖിച്ച്, അതുപോലെ സംതൃപ്തിയില്ലാതെ, ഈ പൂർണ്ണമായിട്ടൊരു സന്തോഷമില്ലാതെ ഇങ്ങനെ നടക്കുന്നു. കുടുംബപോഷായ വിയന്നിജായുർ ന ബുദ്ധ്യതേർത്ഥം വിഹതം പ്രമത്തഃ സർവത്ര താപത്രയദുഃഖിതാത്മാ നിർവിദ്യതേ ന സ്വകുടുംബരാമഃ. കുടുംബപോഷായ വിയന്നിജായുർ ന ബുദ്ധ്യതേർത്ഥം വിഹതം പ്രമത്തഃ സർവത്ര താപത്രയദുഃഖിതാത്മാ നിർവിദ്യതേ ന സ്വകുടുംബരാമ. കുടുംബത്തെ പോഷിപ്പിക്കുന്നതിനായിട്ട് വിയത് ക്ഷയിച്ചു പോകുന്ന ആയുസ്, അല്ലേ? കുടുംബത്തിനെ പോറ്റിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല പ്രായം മുഴുവൻ നമ്മൾ കളഞ്ഞു. പിന്നെ ഈ മേലാതെ വന്ന ഈ ശരീരം വഹിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഭഗവാനോട് അടുക്കാൻ ശ്രമിക്കുന്നത്. കുറച്ചുകൂടെ യൗവനത്തിലായിരുന്നു എങ്കിൽ നമ്മൾ തന്നെ പറയാറുണ്ടല്ലേ, അന്നായിരുന്നെങ്കിൽ കുറേ കൂടെ നമുക്കിതൊക്കെ മനസ്സിലാകുകയും പഠിക്കുകയും ചെയ്യാനൊക്കെ പറ്റിയേനെ. ഇപ്പോൾ അത് സാധിക്കുന്നില്ല, പലതും നമ്മൾ മറന്നു പോകുന്നു, ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നൊക്കെ. അതൊക്കെ സാധിച്ചെടുത്ത കുറേ പേരുണ്ട് നമ്മുടെ കൂടെ, അല്ലേ? കുറച്ചെങ്കിലും
സാധിച്ചെടുത്തെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ പ്രാവർത്തികമാക്കിയെന്നല്ല, ഇതെന്താണ് എന്നത് മനസ്സിലാക്കിയ കുറച്ച് പേരെങ്കിലും നമ്മുടെ കൂടെയുണ്ട്. അവരൊക്കെ ആ പ്രായത്തിൽ അത് ചെയ്യാൻ എങ്ങനെയോ ഭഗവാൻ നമ്മളാ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഈ ജന്മത്തിലേ തുടങ്ങിയത് എന്താ, ഈശ്വര ഉന്മുഖമായിട്ട് ഒന്ന് നോക്കാം, ഭഗവാനോട് അടുത്ത് നോക്കാമെന്ന് ഒരു ചിന്ത തുടങ്ങിയത്. അങ്ങനെയുള്ളവർക്ക് ഇനി വരുന്ന ഒരു ജന്മം എന്തായാലും ജന്മം ഉണ്ടാകുമോ എങ്കിൽ, ഏതായാലും ജന്മം ഉണ്ടാകാതെ പോകാനുള്ള പുണ്യപ്രവൃത്തിയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്നെന്തോ, നമ്മൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പായിട്ടില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉള്ളവർ അങ്ങനത്തെ ഒരു ഇതിൽ ചെന്ന് പെട്ടത്, സന്യാസ രീതിയിലോട്ട് പോയത്, ഒന്നും വേണ്ട എന്നെല്ലാം തിരിച്ചിറങ്ങിയവരാരുമില്ല. അങ്ങനെ ഒരു തലത്തിലോട്ട് അടുത്ത ജന്മം എത്താൻ പറ്റുമായിരിക്കും. ഒരു ജന്മം കിട്ടിയാൽ ഇതിലും ശ്രേയസ്സായിട്ടുള്ള ഒരു ഈശ്വരനോട് അടുക്കുന്നതിനുള്ള ശ്രേയസ് കേട്ടോ, വേറെ മറ്റേതല്ല. ഇന്ദ്രിയങ്ങളുടെ രീതിയിലുള്ള ഒരു രാജാവാകുമെന്നോ, ഒരു വലിയ പണക്കാരനാകുമെന്നോ, ഒരു വലിയ വിദ്യാസമ്പന്നനാകുമെന്നോ, വലിയ ഉദ്യോഗസ്ഥയാകുമെന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. ഈശ്വരനോട് അടുക്കുന്നതിന് നമ്മൾ ഇപ്പം നിൽക്കുന്ന ലെവലിനേക്കാളും കുറച്ചുകൂടെ മുകളിലോട്ടുള്ള ഒരു ലെവലിലുള്ള ഒരാളായിട്ട് നമുക്ക് തീരാൻ പറ്റുമായിരിക്കും. ഇവർ പറയുന്ന കണക്കിന്, ഇതിനകത്ത് പറഞ്ഞ കണക്കിന് നമ്മൾ ഇപ്പോഴേ തുടങ്ങിയത് കൊണ്ട്. അതുപോലെ പിന്നെ ആയുസ്സിനെയും വിഹതം അർത്ഥം നഷ്ടപ്പെട്ടിരിക്കുന്ന പുരുഷാർത്ഥത്തെയും വിചാരശൂന്യൻ ബുദ്ധ്യത അറിയുന്നില്ല. സർവത്ര എല്ലാ ദിക്കിലും താപത്രയ ദുഃഖിതമായ താപത്രയത്താൽ 3 തരം ദുഃഖമാണ്. ആ ദുഃഖത്താൽ മനസ്സോടു കൂടിയവനാണെങ്കിലും തൻ്റെ കുടുംബത്തിൽ സന്തോഷിച്ചിരിക്കുന്നവൻ നിർവേദം പ്രാപിക്കുന്നില്ല. അതായത് അവനൊരിക്കലും മുക്തിയെ പ്രാപിക്കുന്നില്ല. വിത്തേഷു നിത്യാഭിനിവിഷ്ടചേത വിദ്വാംശ്ച ദോഷം പരവിത്തഹർത്തുഃ പ്രേത്യേഹ ചാധാപ്യജിതേന്ദ്രിയസ്തത് എന്നാക്കുക. എന്നിട്ട് അശാന്തകാമോ ഹരതേ കുടുംബി വിത്തേഷു അഭിനിവിഷ്ടചേത വിത്തേഷു നിത്യാഭിനിവിഷ്ടചേത വിദ്വാംശ്ച ദോഷം പരവിത്തഹർത്തുഃ പ്രേത്യേഹ ചാധാപ്യജിതേന്ദ്രിയസ്തത് അശാന്തകാമോ ഹരതേ കുടുംബീം. വിത്തേഷു വിത്തം ധനം, വിത്തേഷു ധനങ്ങളിൽ നിത്യാഭിനിവേഷ്ടചേത അതിനകത്ത് എപ്പോഴും അഭിനിവേശമുള്ള മനസ്സോടുകൂടിയവനും, മനസ്സ് അഭിനിവേശമുള്ള മനസ്സോടുകൂടിയവനും പരവിത്തഹർത്തു അന്യൻ്റെ ധനം അപഹരിക്കുന്നവൻ്റെ പ്രേത്യൈഹ മരണശേഷവും ഈ ലോകത്തിലുണ്ടാകുന്ന ദോഷത്തെ വിദ്വാനപി അറിയുന്നവനാണെങ്കിലും ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവൻ അശാന്തകാമനാണ്. ശമിക്കാത്തവനുമായ കുടുംബാസക്തൻ പരധനത്തെ ഹരിക്കുന്നു. പരധനത്തെ അവർ തൻ്റേതാക്കുന്നു. അവർക്കൊരിക്കലും ഒരു സന്തോഷമുണ്ടാവുകയില്ല. പരധനം അല്ലേ, വേറൊരാളിൻ്റെ ധനം കണ്ട് നമ്മൾ അത് മോഹിക്കരുത്. അതാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം. അത് അപഹരിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ ഉദ്ദേശം. പരധനം മറ്റൊരാൾ എങ്ങനെ നന്നായിട്ടെന്ന് നമ്മുടെ ഭാഷയിൽ, അതായത് ആ ധനം കൊണ്ടുണ്ടാകുന്ന കാര്യം കൊണ്ട് എത്രമാത്രം അവർക്ക് ആ സമൂഹത്തിൽ ഒരു സ്ഥാനം വളർത്തുന്നു. മുമ്പേ പറഞ്ഞ നമ്മൾ ഉപകരണങ്ങളുടെ കാര്യവും ഒക്കെ ധനം കൊണ്ട് നേടുന്നത്, ആ നേട്ടം എനിക്കുണ്ടാകുന്നില്ലല്ലോ എന്നോർത്ത് അപ്പോഴും ദുഃഖിച്ചിരിക്കും. അതാണ് കുഴപ്പം. ഇവയാൾക്കുണ്ടായാൽ പോരാ, ഈ ആളിൻ്റെ രീതി അനുസരിച്ചും വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചും ഒക്കെ ഉള്ളതായിട്ടുള്ള ധനം ഇയാൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം നോക്കുന്നത് എങ്ങോട്ടാണ്? അടുത്തോട്ടാണ്, വേറൊരിടത്തോട്ടാണ് നോക്കുന്നത്, തൻ്റെ ഇതിലോട്ടല്ല നോക്കുന്നത്. അപ്പോൾ അവിടെ കാണിക്കുന്നതെല്ലാം, അവിടെ പണം കൊണ്ട് ചെയ്യുന്നതെല്ലാം എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് ദുഃഖമാണ്. അപ്പോൾ എന്തു ചെയ്യും? അതിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. അപ്പം ജീവിതം മുഴുവൻ ഈ പണത്തിന് വേണ്ടിയും പണം കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ പെട്ടുഴന്ന് നമ്മൾ ശരിക്കും പോയി ജീവിതത്തിൽ നല്ല ഭാഗം മുഴുവൻ പോയി നമ്മൾ വാർദ്ധക്യഗ്രസ്തമാകുമ്പോഴാണ് ഒന്നിരിക്കാറാണ്, ഇനി മതി എന്ന് തന്നെ തോന്നും, ശരീരത്തിനും തോന്നും. പിന്നെ നമ്മൾ തന്നെ
നമ്മുടെ തന്നെ ആയ മക്കൾക്കും തോന്നും ഇനി അച്ഛനും അമ്മയും ഒന്നും ചെയ്യണ്ട, അതിലേലും പറ്റിയില്ല, അവരെ കൊണ്ട് ഇനി പറ്റില്ല. കാരണം നിരന്തരം രോഗം വരുമ്പോൾ ഇവർ കൊണ്ടുപോകണേ ആശുപത്രിയിൽ. അപ്പോൾ പറയും ഇനിയും രോഗമായി, ഇതൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടിരിക്കും, ഞങ്ങൾ വല്ലതും തരാതെ കഴിച്ച് ഇരുന്നാൽ മതിയെന്ന് പറയും. അപ്പോൾ പിന്നെ എന്താ, നമ്മുടേതായിട്ടുള്ള സമയം നമുക്ക് നഷ്ടപ്പെട്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതെല്ലാം ഹോൾഡ് ചെയ്യാൻ ഉണ്ടാക്കിയെടുക്കാൻ, എല്ലാം തൂത്തുകൂട്ടി നമ്മൾ തടുത്തു കൂട്ടി നമ്മുടേതാക്കി നമ്മുടെ ഒരു ഗൃഹമുണ്ടല്ലോ ആ ഗൃഹത്തിനുള്ളിലാക്കാൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആ സമയം മുഴുവൻ നമ്മൾ ചിലവഴിച്ചു. അപ്പോഴൊക്കെ നമ്മുടെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു, അത് നമ്മൾ ഓർക്കുന്നില്ല. പക്ഷേ വയസ്സായി കഴിഞ്ഞപ്പോൾ ഇതൊന്നും ചെയ്യാനുള്ള സമയവും കിട്ടുന്നില്ല. അപ്പം ഒട്ടുമില്ല, എല്ലാം പൂർണ്ണമായിട്ട് പോയി. വിദ്വാനവിദ്ധം ധനുജാ കുടുംബം പുഷ്ണൻ സ്വലോകായ ന കൽപ്പതേ വൈ യസ്വീയ പാരക്യ വിഭിന്ന ഭാവഃ തമപ്രപദ്യേത യഥാ വിമൂഢഃ. വിദ്വാനവിദ്ധം ധനുജാ കുടുംബം, ധനുജന്മാരെ അതായത് പിന്നെ അസുരന്മാരെ, അവിദ്വാൻ എന്ന് വെച്ചാൽ അറിവുള്ളവൻ, ഈ വിധം കുടുംബത്തെ പുഷ്ണൻ പോഷിപ്പിക്കുന്നവനായിട്ട് സ്വലോകായ സ്വരൂപത്തെക്കുറിച്ച് വിചാരിപ്പാനായിട്ട് ന കൽപ്പതയെ പ്രാപിക്കുന്നില്ല. തൻ്റെ സ്വരൂപം അതാണ് ഞാൻ പറഞ്ഞു, ഞാൻ ആരാണെന്നുള്ള അന്വേഷണം നമ്മൾ നടത്തുന്നേയില്ല. യാതൊരു സ്വീയ പാരക്യ വിഭിന്ന ഭാവഃ, തൻ്റേത് അന്യൻ്റേത്, അതായത് സ്വീയം പാരക്യം, പരൻ്റേതെന്നും എൻ്റേതെന്നും ഭേദവിചാരത്തോടു കൂടിയവനായിട്ട് അല്പവും അറിവില്ലാത്തവനെ പോലെ ആ സംസാരത്തെ പ്രാപിക്കും. ഒട്ടും അറിവില്ലാത്തവനെ പോലെ എൻ്റേത് നിൻ്റേതത് എന്നുള്ള ഇങ്ങനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ മറ്റേവൻ്റേതായിരുന്നു തൻ്റേതാകാൻ അധികം നേരം വേണ്ട. എന്തെങ്കിലും കാര്യം കൊണ്ട് കാശ് കൊടുത്തത് വാങ്ങിച്ചാൽ തൻ്റേതാകും. ആ കാശ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് ഈ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, എളുപ്പമാണ് ആ കാര്യം മനസ്സിലാക്കാൻ. യാതോ ന കശ്ചിത് ക്വാച കുത്രചിദ്വാ ദീനസ്വമാത്മാനമലം സമർത്ഥഃ വിമോചിതും കാമദൃശാം വിഹാര ക്രീഡാമൃഗോ യന്നിഗഡോ വിസർഗഃ. തതോ വിദൂരാത് പരിഹൃത്യ ദൈത്യേഷു സംഘം വിഷയാത്മകേഷു ഉപേത നാരായണമാദിദേവം സമുക്തസംഗൈർ ഇഷിതോപവർഗഃ. യതോ ന കശ്ചിത് ക്വച കുത്രചിദ്വാ ദീനസ്വമാത്മാനമലം സമർത്ഥ വിമോചിതും കാമദൃശാം വിഹാര ക്രീഡാമൃഗോ യന്നിഗഡോ വിസർഗഃ. തതോ വിദൂരാത് പരിഹൃത്യ ദൈത്യേഷു സംഘം വിഷയാത്മകേഷു ഉപേത നാരായണമാദിദേവം സമുക്തസംഗൈരിഷിതോപവർഗ. യാതൊരുവൻ കാരണമായിട്ട് ഒരുവനും ഒരു കാലത്തും ഒരു ദിക്കിലും ദുഃഖിതനായിട്ട് സ്വന്തം ആത്മാവിനെ മോചിപ്പിക്കാനായിക്കൊണ്ട് സമർത്ഥനല്ല. അവൻ നമ്മുടെ ആത്മാവിനെ മോചിപ്പിക്കാൻ ഈ പറയുന്ന ആളിന് ഒരിക്കലും സാമർഥ്യമില്ല. കാമദൃശാം, ഈ കാമത്തിൽ ദൃഷ്ടിയോടുകൂടി ആഗ്രഹം, ഓരോന്നിനോടുള്ള ആഗ്രഹം, ആ ദൃഷ്ടിയോടുകൂടി വിഹാരത്തിനായിട്ടുള്ള ബുദ്ധിമുട്ട് സഹിച്ച് ചെയ്യുക, ഇത് തൻ്റേതാക്കാൻ വേണ്ടി വിഹാരത്തിനായിട്ട് യാതൊരുവനിൽ ഒരു കണ്ണി പോലെ, ഓരോരോ കണ്ണി പോലെ അല്ലേ ദൈത്യന്മാരെ സംഘം, ഈ വിഷയത്തിനോടുള്ള ചേർച്ചയെ, ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതിനോടുള്ള ചേർച്ചയെ, അതാണ് വിഷയങ്ങൾ. ഓരോ കണ്ണുകൊണ്ട് കാണുന്നതൊരു വിഷയം, അത് എനിക്ക് എൻ്റേതാക്കണമെന്ന് ഉടനെ തോന്നുക. കാതുകൊണ്ട് കേട്ടത് ഇങ്ങനൊരു കേട്ടറിവേ ഉള്ളൂ, എന്നാലും അത് എന്നാന്ന് പോലും അറിയുന്നതിന് മുമ്പ് എനിക്ക് എൻ്റേതാക്കണമെന്നുള്ള അതാണ് ഈ സംഘം. ഈ പിന്നെ വിഷയങ്ങളോടുള്ള ആഗ്രഹം നിമിത്തം ഈ ആത്മാവോട് കൂടിയ അസുരന്മാരിൽ സംഘം, അസുരന്മാരായിട്ടുള്ള ചേർച്ചയെ അതിവേഗത്തിൽ പരിഹരിച്ചിട്ട് അതൊക്കെ മാറ്റി ഈ അസുരന്മാരുടെ ചിന്തകളിൽ നിന്ന് മാറി നിന്നിട്ട് വേഗം തന്നെ ആദിദേവനായ നാരായണനെ പ്രാപിക്കുവിൻ. എന്നിട്ട് മോചിപ്പിക്കപ്പെട്ട സംഘം എന്ന് വെച്ചാൽ ചേർച്ചയോട് കൂടിയവരായാൽ ഇഷിത എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട അപവർഗ മോക്ഷസ്വരൂപൻ അവനാകുന്നു. വിദൂരാത് എന്നൊരു പാഠഭേദം ഉണ്ട് കേട്ടോ, ദൂരെ പരിത്യജിച്ചിട്ട് എന്നും പറയുന്നുണ്ട്. വിദൂരാത് ഉണ്ടോ,
അതോ അവിദൂരാതെന്ന് പറഞ്ഞു. പക്ഷേ വിദൂരാതെന്നൊരു ഒരു പാഠഭേദമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ഇതുപോലെ വായിച്ചാൽ മതി. തതോ വിദൂരാത് പരിഹൃത്യ ദൈത്യേഷു സംഘം വിഷയാത്മകേഷു ഉപേത നാരായണമാദിദേവം സമുക്ത സംഗൈരി ഇഷിതോപവർഗ. അങ്ങനെ ആ സംഘത്തിൽ നിന്ന് മുക്തരായി തീരുക, നാരായണനെ ഭജിക്കുക. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികളോട്. നഹി അച്യുതം പ്രീണയതോ ബഹ്വായാസോസുരാത്മജാഹ ആത്മത്വ സർവഭൂതാനാം സിദ്ധത്വാദിഹ സർവതഃ പരാവരേഷു ഭൂതേഷു ബ്രഹ്മാന്തസ്ഥാവരാദിഷു ഭൗതികേഷു വികാരേഷു ഭൂതേഷ്വത മഹൽസു ച ഗുണേഷു ഗുണസാമ്യേ ച ഗുണവ്യതികരേ തഥാ ഏക ഏവ പരോ ഹ്യാത്മാ ഭഗവാനീശ്വരോ വ്യയാം. നാഹി അച്യുതം പ്രീണയതോ ബഹ്വായാസോസുരാത്മജ ആത്മത്വ സർവഭൂതാനാം സിദ്ധത്വാദിഹ സർവത. ആസുരപുത്രന്മാരെ, ഭൂതങ്ങളുടെ ആത്മഭാവം കാരണമായിട്ട് ഇവിടെ സർവത്തിലും അത് സിദ്ധമായിരിക്കുക ഹേതുവായിട്ടും അച്യുതം, ആ അച്യുതനെ സന്തോഷിപ്പിക്കുന്നവന് ഒരു അത്യധ്വാനവും വേണ്ട. വേറെ അച്യുതനെ, ഭഗവാനെ നമ്മൾ സന്തോഷിപ്പിച്ചാൽ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. ഭഗവാനെ സന്തോഷിപ്പിക്കണം. അതിനുള്ള പ്രവൃത്തികൾ ഭഗവാനെ സ്തുതിക്കുക, ഭഗവാന്റെ അടുത്ത് കുറേ നേരം ചെലവഴിക്കുക. ഭഗവാന്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഭഗവാനോട് ചേർന്നിരിക്കുക. ഭഗവാന്റെ പ്രതിമയോടല്ല കേട്ടോ, ഭഗവാനോട്. അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് കുറേ നേരം ഇരിക്കുക. നമ്മുടെ മനസ്സിന് താനേ ശാന്തി വരും. എന്തൊക്കെ പ്രക്ഷുബ്ധമായ മനസ്സാണെങ്കിലും ഭഗവാൻ എപ്പോഴും ആനന്ദ സ്വരൂപനാണ് അല്ലേ? ഭഗവാൻ ആനന്ദ സ്വരൂപനാണ്, സച്ചിദാനന്ദമാണ്. അപ്പോൾ ആനന്ദ സ്വരൂപനെ എൻ്റെ അടുത്ത് എപ്പോഴും ഇരുന്നാൽ പഞ്ചസാര വായിലിട്ടുകൊണ്ടിരുന്ന കയ്പുണ്ടാകുമോ? ഇല്ല, എപ്പോഴും മധുരമായിരിക്കും എന്ന് പറഞ്ഞ പോലെ ആനന്ദ സ്വരൂപൻ്റെ അടുത്ത് നമ്മൾ അത് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെന്നുള്ള ചിന്തയിൽ, നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളിലുണ്ട് എന്നുള്ള ചിന്തയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ദുഷിക്കാതെ ആനന്ദമയമായിട്ടിരിക്കും. എത്ര ദുഃഖത്തിലിരുന്നാലും ഭഗവാന്റെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് തനിയെ ഒരാൾ പറഞ്ഞൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അത് നമ്മൾ സ്വയമായിട്ട് നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ പരിദേവനും പറയുമായിരിക്കാം, അയ്യോ അങ്ങനെയായല്ലോ ഇങ്ങനെയായല്ലോ, അങ്ങനെ ഉള്ള ദുഃഖങ്ങൾ നമുക്കുണ്ട്, അതെനിക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ അവിടം വരെ പോകണമെന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റിയില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ദുഃഖങ്ങൾ അങ്ങനെ ഓർക്കാറുണ്ട്. ഞാൻ എല്ലാം ശരിയാക്കി വെച്ചതായിരുന്നില്ല, പക്ഷേ പോകാൻ പറ്റിയില്ല, അതൊരു ദുഃഖമായിട്ട്. അങ്ങനെ ദുഃഖമാകേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതുണ്ടാകും, പക്ഷേ അപ്പോൾ ഓർക്കുക ഭഗവാൻ അടുത്തിരിപ്പുണ്ട്, ഇതെനിക്കുണ്ടല്ലോ, പിന്നെ ഇനി എന്ത് വേണം, ഇനി ഒന്നും എനിക്ക് വേണ്ട എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയാൽ അത് ഇടയ്ക്കിടയ്ക്കെന്നുള്ളത് സ്ഥിരമായി നിലനിൽക്കാനുള്ള ഒരു സംവിധാനമായിട്ട് മാറിക്കൊണ്ടിരിക്കും കുറേശ്ശെ. നമ്മളതുകൊണ്ടൊന്നും പറയുന്നില്ലെന്നല്ല, കാര്യങ്ങൾ സംസാരിക്കുന്നില്ലെന്നല്ല, നമ്മൾ ദുഃഖങ്ങളെക്കുറിച്ച് പരിതപിക്കുന്നില്ലെന്നല്ല, ദുഃഖമുള്ളവരെ കാണാൻ പോകുന്നില്ലെന്നൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മുടെ സ്വയം മനസ്സിനെ നമ്മുടെ പരിധിയിൽ നമ്മുടെ മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ നിർത്താൻ നമുക്ക് സാധിക്കും, അത് ഉറപ്പാണ്. ഭഗവാൻ അടുത്തുണ്ടെന്ന് പൂർണ്ണമായിട്ടും ദൃഢമായിട്ടും വിശ്വാസം ഉണ്ടായിരിക്കണം, എന്നാലേ പറ്റുള്ളൂ. നമ്മുടെ കൂടെ ഭഗവാനുണ്ട്. ഭഗവാന് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റും. നമ്മുടെ ദുഃഖത്തെ കളയാനല്ല, നമ്മളെ സന്തോഷിപ്പിക്കാൻ. നമ്മുടെ ദുഃഖത്തെ നമ്മുടെ ദുഃഖമായിട്ടോ എന്തെങ്കിലും ഉള്ള ഒരു പ്രയാസമായിട്ടുണ്ടെങ്കിൽ അതല്ലാതെ അതിനെ മാറ്റിക്കളയാൻ ഭഗവാനും പറ്റില്ല, നമുക്കും പറ്റില്ല. പക്ഷേ നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റും. നമുക്കത് മതിയല്ലോ, നമുക്ക് സന്തോഷിച്ചിരുന്നാൽ പോരെ. ആ സമയത്തും ദുഃഖമുള്ള സമയത്ത് നമ്മുടെ മനസ്സ് സന്തോഷിക്കാൻ ചെറിയൊരു ഉപായം, നമ്മുടെ കൂടെ ഭഗവാൻ ഇരിക്കുന്നുണ്ട്, ഈശ്വരൻ എൻ്റെ കൂടെ ഇരിപ്പുണ്ട് ഇവിടെ, അദ്ദേഹം അറിയാതെ ഇതൊന്നും നടക്കുന്നില്ല, അപ്പോൾ ഇത് നടക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരു വാചകത്തിലോട്ട് നമ്മുടെ മനസ്സെത്തും. ഇത് നടക്കേണ്ടതായിരുന്നു, അത് നടന്നു, അതിനെപ്പറ്റി നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല അല്ലേ? ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, അനിവാര്യമായത് സംഭവിച്ചേ മതിയാകുള്ളൂ, അത് തീരുമാനിക്കപ്പെട്ടതാണ്, അത് സംഭവിച്ചേ മതിയാകൂ. അതിനെക്കുറിച്ച് അത് നടന്നതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ടെന്താ പ്രത്യേകത? ഒന്നുമില്ല. ദുഃഖിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പരിദേവനം പറയാമെന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അത് നമുക്ക് അടുത്തുള്ള ആൾക്കാരോട് പറഞ്ഞാലും മനസ്സിലാകുന്നവരുടെ പറയാവുള്ളൂ, അല്ലാത്തവരോട് പറയാൻ ശ്രമിക്കരുത്. കാരണം അവരുടെ ദുഃഖം അവർ അനുഭവിച്ച് തീർക്കുക എന്ന് പറയും അതിനെ. അവരത് കുറേ ദിവസം കൊണ്ട് അവർ തന്നെ ആ ദുഃഖത്തിനൊരു ഉത്തരം കണ്ടുപിടിക്കും. പക്ഷേ അതിനെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഒരിക്കലും ആളിന് മനസ്സിലാവില്ലത്. നമ്മൾ പക്ഷേ ഇതൊക്കെ പഠിക്കുന്നവർ ഇങ്ങനെ ഓർക്കുക, ഭഗവാൻ എൻ്റെ അടുത്തുണ്ടല്ലോ, എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊരു ചിന്ത. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്,
അപ്പോൾ എന്നെ ഈ കാര്യത്തിൽ നിന്ന് മറികടത്താൻ, ഇതിനകത്തൊന്ന് എൻ്റെ മനസ്സിനെ സന്തോഷത്തിലോട്ട് കൊണ്ടുവരാൻ ഭഗവാന് സാധിക്കും. എനിക്ക് സന്തോഷമുണ്ട്. എന്തുകൊണ്ട്? ഭഗവാൻ അടുത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ കൂടെയുള്ള ദുഃഖം അവിടെ മാറി നിൽക്കട്ടെ ഇച്ചിരി നേരത്തേക്ക്. ഞാനിപ്പോൾ ഒന്ന് സന്തോഷിക്കട്ടെ. എന്തിനാ? ഭഗവാൻ അടുത്തിരിക്കുന്നത് ഓർത്തോർത്ത്. ഗുണേഷ് പരാവരേഷു ഭൂതേഷു ബ്രഹ്മാന്തസ്ഥാവരാദിഷു ഭൗതികേഷു വികാരേഷു ഭൂതേഷു തമഹൽസു ച ഗുണേഷു ഗുണസാമ്യേ ച ഗുണവ്യതികരേ തഥാ ഏക ഏവ പരോഹ്യാത്മാ ഭഗവാൻ ഈശ്വരോ വ്യയഹാം. ഭഗവാന് അപക്ഷയരഹിതനാകുന്നു. ഒരു പക്ഷത്ത് നിൽക്കാത്ത അവ്യയനാണ് ഭഗവാൻ. അത് ബ്രഹ്മാവ് അന്തമായും സ്ഥാവരമാദിയായും ഇരിക്കുന്നു. പരാപരേഷു ഉച്ച നീചങ്ങളായ ഭൂതങ്ങളിലും ഭൗതിക ഭൂതങ്ങളിൽ നിന്നുണ്ടായ വികാരങ്ങളിലും മഹത്തുക്കളായ ഭൂതങ്ങളിലും ഗുണങ്ങളിലും, അതായത് ത്രിഗുണങ്ങളിലും ഗുണസാമ്യങ്ങളായ കാര്യങ്ങളിലും തഥാ ഗുണവ്യതികരെ അപ്രകാരം ഗുണവൈഷമ്യത്തോടു കൂടി തന്നെ ഉള്ള തത്വങ്ങളിലും ആത്മാഹി പരമാത്മാവും ഐശ്വര്യപൂർണനും നിയന്താവും എല്ലാം ഒരു പക്ഷത്തിലും നിൽക്കാത്തവനുമൊക്കെയായ ഭഗവാന് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ദൃഢമായ അറിവ് ഉണ്ടാക്കുക. ഹരി ഓം.